ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് കുറേ മുമ്പ് വന്നൊരു വർക്കായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും വൈകിയത് ഇടാനായിട്ട്. ഇപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാനൊന്ന് എഡിറ്റ് ചെയ്തിടാണ് കേട്ടോ. ഈ മോളുടെ മുടിയിൽ ഈരും പേനും മാത്രമല്ല, അത് കണ്ടില്ലേ, ചിക്കാണ് മൊത്തത്തിൽ. ശരിക്കും അത് ടൈറ്റായി പോയിട്ടുണ്ട്. മുകളിലത്തെ മുടി വലിയ പ്രശ്നമില്ല, പക്ഷേ അടിഭാഗം മൊത്തത്തിൽ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചല്ല, കുറച്ചധികം ബുദ്ധിമുട്ടി ഞങ്ങൾ. ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണില്ലേ, അസുഖം ബാധിച്ചവരിനെ പോലെ, അതുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ മോളുടെ അച്ഛൻ മോളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞത്, മോളുടെ മുടി വെട്ടിക്കളയാൻ പാടില്ല, ആ ചിക്ക് കംപ്ലീറ്റ് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കളഞ്ഞിട്ട് ലൈസ് ട്രീറ്റ്മെൻറ്റ് ഒന്ന് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ മോൾക്ക് എന്തോ ഡാൻസിൻ്റെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് മുടി വെട്ടിക്കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം പണിപ്പെട്ട് എങ്ങനെയൊക്കെ കുറേ ക്രീമുകളും ഒക്കെ തേച്ച് ഞങ്ങൾ മോളുടെ തലമുടി ചിക്ക് മാറ്റി കൊടുത്തു കേട്ടോ. അതിനിടയ്ക്ക് അവളുടെ അമ്മ വന്ന് പേന് കാണുന്നതൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. പേനും ഉണ്ട് കേട്ടോ, തലയിൽ പേനും ഈരും മൊത്തത്തിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാം കൊണ്ടും മുടി ശരിക്കും പറഞ്ഞാൽ മുട്ടയടിക്കേണ്ട ഒരു മുടിയാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരുന്നു. അതിനിടയ്ക്ക് കുട്ടിയും ശരിക്കും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടി അങ്ങോട്ട് തിരിഞ്ഞിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടും നമ്മൾ ശരിക്കും കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം നമ്മളുടെ മക്കളുടെ തല നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ശ്രദ്ധിക്കാത്ത പാരൻസ് അല്ല മൊത്തത്തിലുള്ളത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഡെയിലി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ടെങ്കിലും പേഞ്ചേർപ്പിട്ടൊന്ന് ചീവി കൊടുക്കുക കുട്ടികളുടെ തല. ഡെയിലി ഒരു ദിവസം പോലും വിടരുത്. ആദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് ചിക്കൊന്ന് മാറ്റിയിട്ട് പേഞ്ചേർപ്പിട്ട് ഒറ്റ റൗണ്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ചീവി കൊടുത്താൽ മതി. അതിൽ പറ്റുന്ന പെയിന് കിട്ടിയാൽ മതി. ഫുള്ളായിട്ട് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു റൗണ്ടെങ്കിലും ഒന്ന് ചീവി കൊടുക്കുക. പിന്നെ മാക്സിമം മോർണിംഗ് തല കഴുകി കൊടുക്കാതെ ഈവനിങ് സ്കൂൾ വിട്ട് വന്നിട്ട് തല കഴുകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഡെയിലി തല കഴുകണം എന്ന് നിർബന്ധമൊന്നുമില്ല. പണ്ടത്തെ ഓരോ ആചാരങ്ങളാണ് ഈ ഡെയിലി രാവിലെ എണീച്ച് കുളിക്കണം എന്നുള്ളത്. കുളിക്കണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഇനി അതിൽ കമൻറ്റ് നിറയണ്ട. ശരിക്കും ഡെയിലി തല കുളിക്കേണ്ട ആവശ്യമില്ല. വീക്ക്ലി വൺസോ ട്വൈസോ നമ്മൾ തല കഴുകിയാൽ മതി. അന്ന് നന്നായിട്ട് ഓയിലിടുക. ഓയിലിട്ടിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ റൂട്ടിൽ നിന്ന് നമ്മളുടെ മുടിക്ക് ആവശ്യമുള്ള ഓയിൽ റൂട്ടിൽ നിന്ന് തന്നെ വന്നോളും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മോർണിംഗ് എണീച്ചിട്ട് മേല് മാത്രം കഴുകിയിട്ട് പോവുക. എന്നിട്ട് ഡെയിലി കുളിക്കണം എന്ന് നിർബന്ധമുള്ളവരാണെന്ന് പറഞ്ഞാൽ വൈകിട്ട് തല കഴുകി കൊടുക്കുക. കുട്ടികൾക്ക് കിടക്കാൻ പോകുമ്പോഴേക്കും ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ വീക്ക്ലി വൺസ് ലീവുള്ള ദിവസം മൊത്തത്തിലൊന്ന് ഇരുത്തിയിട്ട് മൊത്തം പേനുകളും എടുത്തു കൊടുക്കുക. പിന്നെ ഈരുകളുണ്ടെങ്കിൽ അത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, നമ്മൾ ഡെയിലി ചെയ്യണത് കൊണ്ട് അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് വലിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചീവി എടുത്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ തല കുറച്ച് സേഫായി വെക്കാൻ പറ്റും കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ചിക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളല്ലേ, അവർക്ക് കിടന്നുറങ്ങാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഓരോരുത്തർക്ക് ഓരോ പ്രോബ്ലംസ് ആയിരിക്കും. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും നോക്കാൻ പറ്റാത്തതും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാത്തതും അങ്ങനെയൊക്കെ. അതും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മാക്സിമം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് പോലെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ലൈസ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പാർലറിൽ ചെയ്യുന്നത് മാക്സിമം അത്യാവശ്യമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും.
പക്ഷെ കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 സിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. 2 സിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ട് 1 വീക്കിനുള്ളിൽ ഒറ്റ തവണ കൂടെ വരേണ്ടി വരും. അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പോകും. ഒരു 99% പോവും എന്ന് തന്നെ പറയാം. ചിലവർ ഒരുപാട് തലയിൽ പീനും മീരും വെച്ചിട്ട് വന്നിട്ട് ഇത് മുഴുവനായിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു വോയിസ് ഇട്ടത് കേട്ടോ. ഞങ്ങളങ്ങനെ ഏകദേശം മോളുടെ കംപ്ലീറ്റ് ചിക്കും എടുത്ത് മാറ്റിയിട്ടോ. ഇനി ആ ഈരും പെയിനും കൂടെ ഒന്ന് കളയണം. അപ്പോൾ അതും കൂടെ കളഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂർ 4.5 മണിക്കൂർ എന്തോ ആയി കേട്ടോ മൊത്തത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.